അധ്യായം 11. റഹോബോവാം ജെറുസലേമിൽ എത്തിയതിനു ശേഷം യൂദാഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ 1,80,000 യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു. എന്നാൽ ദൈവപുരുഷനായ ശെമായായോട് കർത്താവ് അരുളിച്ചെയ്തു, സോളമന്റെ മകനും യൂദാ രാജാവുമായ റഹോബോവാമിനോടും യൂദായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേല്യരോടും പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത്. ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക. എൻ്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർ കർത്താവിൻ്റെ വാക്ക് കേട്ട് മടങ്ങിപ്പോയി. യെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല. റഹോബോവാം ജെറുസലേമിൽ വെച്ച് യൂദായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു. ബത്ലഹേം, ഏഥാം, തെക്കോവ, ബെത്സൂർ, സൊക്കോ, അദുല്ലാം, ഗത്ത്, മരേഷ, സിഫ്, അദോരായും, ലാഖീഷ്, അസേക്ക, സോറ, അയ്യാലോൻ, ഹെബ്രോൻ എന്നിവ പണിതു. യൂദായിലും ബെഞ്ചമിനിലുമുള്ള സുരക്ഷിത നഗരങ്ങളാണിവ. കോട്ടകൾ സുശക്തമാക്കി ഓരോന്നിനും അധിപന്മാരെ നിയമിച്ചു. ഭക്ഷണസാധനങ്ങൾ, എണ്ണ, വീഞ്ഞ് എന്നിവ സംഭരിച്ചു. ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ഠമാക്കി. യൂദായും ബെഞ്ചമിനും അവൻ്റെ നിയന്ത്രണത്തിലായി. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരും റഹോബോവാമിൻ്റെ അടുക്കൽ അഭയം തേടി. കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവ്യരെ ജെറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂദായിലേക്കും ജെറുസലേമിലേക്കും വന്നത്. താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യാനും ജെറോബോവാം പുരോഹിതന്മാരെ നിയമിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവ്യരുടെ പിന്നാലെ ജെറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നു. അവർ യൂദാ രാജ്യം പ്രബലമാക്കി. 3 വർഷക്കാലം അവർ ദാവീദിൻ്റെയും സോളമൻ്റെയും മാർഗത്തിൽ ചരിച്ചു. അകാലമത്രയും സോളമൻ്റെ മകനായ റഹോബോവാം സുരക്ഷിതനായിരുന്നു. ദാവീദിൻ്റെ മകൻ യെരിമോത്തിൻ്റെയും ജെസയുടെ മകനായ എലിയാബിൻ്റെയും മകൻ അബിഹായിലിൻ്റെയും മകൾ മഹലത്തിനെ റഹോബോവാം വിവാഹം ചെയ്തു. അവർക്ക് യവൂഷ്, ഷെമറിയ, സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു. അതിനുശേഷം അവൻ അബ്സലോമിൻ്റെ മകൾ മാഖായെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് അബിയ, അത്തായി, സിസ, ഷെലോമിത്ത് എന്നിവർ ജനിച്ചു. റഹോബോവാമിന് 18 ഭാര്യമാരും 60 ഉപനാരികളും 28 പുത്രന്മാരും 60 പുത്രിമാരും ഉണ്ടായിരുന്നു. തൻ്റെ മറ്റ് ഭാര്യമാരെയും ഉപനാരികളെയും അധികമായി അവൻ അബ്സലോമിൻ്റെ മകളായ മാഖായെ സ്നേഹിച്ചു. മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി. അവൻ പുത്രന്മാരെ യൂദായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവ്വം നിയമിച്ചു. അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു. അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു. അധ്യായം 12. റഹോബോവാമിൻ്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രായേൽ ജനവും ദാവീദിൻ്റെ നിയമം ഉപേക്ഷിച്ചു. അവർ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചതിനാൽ റഹോബോവാമിൻ്റെ 5-ാം ഭരണവർഷം ഈജിപ്ത് രാജാവായ ശീഷാക്ക് 1200 രഥങ്ങളും 60,000 കുതിരപ്പടയാളികളുമായി ജെറുസലേമിനെതിരെ വന്നു. ലിബിയരും സൂക്യരും എത്യോപ്യരുമായി അസംഖ്യം ആളുകളും അവനോടൊത്തുണ്ടായിരുന്നു. അവർ യൂദായിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കി ജെറുസലേം വരെ എത്തി. റഹോബോവാമിനോടും ശീഷാക്കിനെ ഭയന്ന് ജെറുസലേമിൽ സമ്മേളിച്ച യൂദാ പ്രഭുക്കന്മാരോടും പ്രവാചകനായ ശെമായ പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ചു ശീഷാക്കിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണ് എന്ന് ഏറ്റുപറഞ്ഞു. അവർ എളിമപ്പെട്ടു എന്ന് കണ്ട് കർത്താവ് ശെമായായോട് അരുളിച്ചെയ്തു, അവർ തങ്ങളെ തന്നെ താഴ്ത്തി, ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല.
ഞാൻ അവർക്ക് മോചനം നൽകും. ജെറുസലേമിൻ്റെ മേൽ എൻ്റെ ക്രോധം ശീശാക്ക് വഴി ചൊരിയുകയില്ല. എന്നാലും അവർ അവന് ദാസന്മാരായിത്തീരും. എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും. ഈജിപ്തിലെ രാജാവായ ശീശാക്ക് ജെറുസലേമിലെത്തി ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല നിക്ഷേപങ്ങളും എടുത്തുകൊണ്ടുപോയി. സോളമൻ നിർമ്മിച്ച പൊൻപരിചകളും കൊണ്ടുപോയി. റഹോബോവാം രാജാവ് അതിനു പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാര കാവൽക്കാരുടെ മേലാളന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാർ അത് ധരിച്ചുകൊണ്ട് നിൽക്കും. പിന്നീട് കാവൽപുരയിൽ സൂക്ഷിക്കും. രാജാവ് എളിമപ്പെട്ടതിനാൽ സമൂലനാശത്തിനിടയാകാതെ കർത്താവിൻ്റെ ക്രോധം അവനിൽ നകന്നുപോയി. യൂദായുടെ സ്ഥിതി പൊതുവെ മെച്ചമായിരുന്നു. റഹോബോവാം പ്രാബല്യത്തോടെ ജെറുസലേമിൽ വാണു. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സുണ്ടായിരുന്നു. തൻ്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ ജെറുസലേമിൽ അവൻ 17 വർഷം ഭരിച്ചു. അമ്മോന്യയായ നാമായായിരുന്നു അവൻ്റെ അമ്മ. റഹോബോവാം തിന്മ പ്രവർത്തിച്ചു. അവൻ ഹൃദയപൂർവ്വം കർത്താവിനെ അന്വേഷിച്ചില്ല. ശെമായ പ്രവാചകൻ്റെയും ഇദ്ദോ ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ റഹോബോവാമിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. റഹോബോവാമും ജെറോബോവാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. റഹോബോവാം പിതാക്കന്മാരോട് ചേർന്നു ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ അബിയ ഭരണമേറ്റു. അധ്യായം 13. അബിയ. ജെറോബോവാം രാജാവിൻ്റെ 18-ാം ഭരണവർഷം അബിയ യൂദായിൽ വാഴ്ച തുടങ്ങി. അവൻ ജെറുസലേമിൽ 3 വർഷം ഭരിച്ചു. ഗിബെയയിലെ ഉറിയേലിൻ്റെ മകൾ മിഖായായിരുന്നു അവൻ്റെ അമ്മ. അബിയായും ജെറോബോവാമും തമ്മിൽ യുദ്ധം നടന്നു. വീരപരാക്രമികളായ 4,00,000 യോദ്ധാക്കളോടുകൂടി അബിയ യുദ്ധത്തിന് പുറപ്പെട്ടു. ജെറോബോവാം 8,00,000 യുദ്ധവീരന്മാരെ അണിനിരത്തി. എബ്രായീം മലമ്പ്രദേശത്തുള്ള സെമറായീം മലയിൽ നിന്നുകൊണ്ട് അബിയ വിളിച്ചു പറഞ്ഞു, ജെറോബോവാമും സകല ഇസ്രായേല്യരും കേൾക്കട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ലെവണ ഉടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിൻ്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എങ്കിലും നെബാത്തിൻ്റെ മകൻ ജെറോബോവാം ദാവീദിൻ്റെ മകനായ സോളമൻ്റെ ദാസനായിരിക്കെ തൻ്റെ യജമാനെതിരായി മത്സരിച്ചു. നിസ്സാരരും ദുർവൃത്തരുമായ ഏതാനും പേർ അവനോട് ചേർന്ന് സോളമൻ്റെ മകനായ റഹോബോവാമിനെ എതിർത്തു. പ്രായവും പക്വതയും എത്താത്ത അവന് അവരെ ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് സംഖ്യാബലമുണ്ട്. ജെറോബോവാം ഉണ്ടാക്കിത്തന്ന പൊൻ കാളക്കുട്ടികൾ ദൈവങ്ങളായുമുണ്ട്. തന്നിമിത്തം ദാവീദിൻ്റെ സന്തതിക്ക് നൽകിയിരിക്കുന്ന രാജ്യത്വത്തോട് ചേർത്ത് നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? കർത്താവിൻ്റെ പുരോഹിതന്മാരായ അഹറോൻ്റെ പുത്രന്മാരെയും ലേവ്യരെയും തുരത്തിയിട്ട് മറ്റു ജനതകളെപ്പോലെ നിങ്ങൾ സ്വന്തമായി പുരോഹിതന്മാരെ നിയോഗിച്ചില്ലേ? തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരു കാളക്കുട്ടിയെയോ 7 മുട്ടാടുകളെയോ കൊണ്ടുവരുന്ന ഏവനും ദൈവമെന്ന് പറയപ്പെടുന്ന നിന്റെ ദേവന്മാർക്ക് പുരോഹിതനായിത്തീരുന്നു. എന്നാൽ കർത്താവാണ് ഞങ്ങളുടെ ദൈവം. അവിടുത്തെ ഞങ്ങൾ പരിത്യജിച്ചിട്ടില്ല. കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹറോൻ്റെ പുത്രന്മാരും അവരെ സഹായിക്കാൻ ലേവ്യരും ഞങ്ങൾക്കുണ്ട്. അവർ എന്നും രാവിലെയും വൈകുന്നേരവും കർത്താവിന് ദഹനബലികളും പരിമളധൂപങ്ങളും അർപ്പിക്കുന്നു. തനി സ്വർണം കൊണ്ടുള്ള മേശമേൽ തിരുസാന്നിധ്യഭം വയ്ക്കുന്നു. എല്ലാ സായാഹ്നങ്ങളിലും കത്തിക്കുവാൻ വേണ്ടി അവർ പൊൻവിളക്കുകാലും വിളക്കുകളും ഭംഗിയായി സൂക്ഷിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു. നിങ്ങളോ അവിടുത്തെ പരിത്യജിച്ചിരിക്കുന്നു. ദൈവമാണ് ഞങ്ങളുടെ നായകൻ. നിങ്ങൾക്കെതിരെ യുദ്ധകാഹളം മുഴക്കാൻ അവിടുത്തെ പുരോഹിതന്മാർ യുദ്ധകാഹളവുമായി ഞങ്ങളോടൊപ്പമുണ്ട്. ഇസ്രായേൽ സന്തതികളെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് യുദ്ധത്തിനൊരുമ്പെടരുത്. നിങ്ങൾ വിജയിക്കുകയില്ല. ജെറോബോവാം യൂദാ സൈന്യത്തെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പതിയിരിപ്പുകാരെ അയച്ചിരുന്നു. അങ്ങനെ സൈന്യം മുമ്പിലും പതിയിരിപ്പുകാർ പിന്നിലുമായി യൂദായെ വളഞ്ഞു. മുന്നിലും പിന്നിലും ആക്രമണമുണ്ടായപ്പോൾ യൂദാ സൈന്യം കർത്താവിനോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമൂതി. യൂദാ സൈന്യം പോർവിളി നടത്തി. അവർ ആർത്തു വിളിച്ചപ്പോൾ അബിയായുടെയും
യൂദായുടെയും മുൻപിൽ യെറോബോവാമിനെയും ഇസ്രായേലിനെയും ദൈവം തോൽപ്പിച്ചു. ഇസ്രായേൽ സൈന്യം യൂദായുടെ മുമ്പിൽ തോറ്റോടി. ദൈവം അവരെ യൂദായുടെ കൈകളിൽ ഏൽപ്പിച്ചു. അബിയായും സൈന്യവും കൂട്ടക്കൊല നടത്തി. ഇസ്രായേലിലെ 5,00,000 വീരയോദ്ധാക്കൾ അവിടെ മരിച്ചു വീണു. അന്ന് ഇസ്രായേൽ കീഴടങ്ങി. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചതിനാൽ യൂദ വിജയം കൈവരിച്ചു. അബിയ യെറോബോവാമിനെ പിന്തുടർന്ന് ബഥേൽ, യഷാന, എബ്രോൻ എന്നീ പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. അബിയായുടെ കാലത്ത് യെറോബോവാമിന് അധികാരം വീണ്ടെടുക്കാൻ സാധിച്ചില്ല. കർത്താവ് അവനെ ശിക്ഷിച്ചു. അവൻ മരിച്ചു. എന്നാൽ അബിയ പ്രാബല്യം നേടി. അവന് 14 ഭാര്യമാരും 22 പുത്രന്മാരും 16 പുത്രിമാരും ഉണ്ടായിരുന്നു. അബിയായുടെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ വാക്കുകളും പ്രവർത്തന ശൈലിയുമെല്ലാം ഇദ്ദോ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അധ്യായം 14. ആസ. അബിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആസ രാജാവായി. ആസയുടെ കാലത്ത് 10 വർഷം ദേശത്ത് സമാധാനം നിലനിന്നു. ആസ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു. സ്തംഭങ്ങൾ ഇടിച്ചു തകർത്തു. അശേര പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തി. യൂദാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു. കൂടാതെ യൂദാ നഗരങ്ങളിൽ നിന്ന് പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തു. അവൻ്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു. രാജ്യത്ത് സമാധാനമുണ്ടായിരുന്നതിനാൽ യൂദായിലെ പല നഗരങ്ങളും അവൻ ബലവത്താക്കി. കർത്താവ് സ്വസ്ഥത നൽകിയതിനാൽ ആ കാലത്ത് യുദ്ധം വേണ്ടി വന്നില്ല. അവൻ യൂദാ നിവാസികളോട് പറഞ്ഞു, നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കി പണിയാം. അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കാം. നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ ദേശം ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ. നാം വിളിച്ചപേക്ഷിച്ചു അതിർത്തികളിലെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു. അങ്ങനെ അവർ എല്ലാം പണിത് ഭദ്രമാക്കി. ആസായിക്ക് യൂദായിൽ നിന്ന് കുന്തവും പരിചയും ധരിച്ച 3,00,000 പടയാളികളും ബെഞ്ചമിനിൽ നിന്ന് ചെറുപരിചയും വില്ലും ധരിച്ച 2,80,000 പേരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ധീരയോദ്ധാക്കളായിരുന്നു. എത്യോപ്യനായ സേര 10,00,000 പടയാളികളും 300 രഥങ്ങളുമായി അവർക്കെതിരെ മരേഷ വരെ എത്തി. ആസ അവനെതിരെ പുറപ്പെട്ടു. ഇരുകൂട്ടരും മരേഷയിലെ സെഫാത്ത താഴ്വരയിൽ അണിനിരന്നു. അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളങ്ങേ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവേ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുത്. ആസയുടെയും യൂദായുടെയും മുമ്പിൽ കർത്താവ് എത്യോപ്യരെ പരാജയപ്പെടുത്തി. അവർ തോറ്റോടി. ആസയും കൂട്ടരും ഗരാർ വരെ അവരെ പിന്തുടർന്നു. ഒന്നൊഴിയാതെ എത്യോപ്യരെല്ലാവരും മരിച്ചു വീണു. അവർ കർത്താവിൻ്റെയും അവിടുത്തെ സൈന്യത്തിൻ്റെയും മുമ്പിൽ തകർന്നു പോയിരുന്നു. അന്ന് യൂദാ സൈന്യം വലിയൊരു കൊള്ള നടത്തി. ഗരാറിന് ചുറ്റുമുള്ള സകല പട്ടണങ്ങളും അവർ തകർത്തു. അവിടുത്തെ നിവാസികൾ കർത്താവിനെക്കുറിച്ചുള്ള ഭയം നിമിത്തം പരിഭ്രാന്തരായിരുന്നു. യൂദാ സൈന്യം അവ കൊള്ളയടിച്ച് ധാരാളം വസ്തുക്കൾ കരസ്ഥമാക്കി. മൃഗശാലകൾ നശിപ്പിച്ചു. ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും കൈവശപ്പെടുത്തി. അവർ ജെറൂസലേമിലേക്ക് മടങ്ങി.